ഇത്രയൊക്കെയാണ് പ്രോഡക്ട്സ് വന്നിട്ട്. 3 എണ്ണം കേട്ടോ അവര് തന്നിരിക്കുന്നത്. ഒന്ന് അവരുടെ അലോവേര ജെൽ, അത് ഭയങ്കര ഫേമസ് ആണെന്ന് തോന്നുന്നു. നിങ്ങൾ ഫുൾ ബിസി ആയിട്ടിരിക്കുകയാണ്, എല്ലാ കുറേ വർക്ക് ഒക്കെ ചെയ്യണ പല പല കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ ഇടയ്ക്ക് ജസ്റ്റ് ടേക്ക് എ ബ്രേക്ക് കേട്ടോ. ഒരു അങ്ങനെ റിലാക്സ് ചെയ്തെന്ന് വെച്ചിട്ട് ഒരു ലേസി ഡേ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഉണ്ടാവാൻ പോലില്ല. ലൈക്ക് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടല്ലോ ഒരു ലേസി ഡേ ഇൻ മൈ ലൈഫ് ആണ്. ആക്ച്വലി ഇന്നത്തെ ദിവസം അങ്ങനെ തന്നെ മതി എന്ന് വെച്ചിട്ടാണ്. എവിടേക്കും പോണില്ല. പിന്നെ മുകേഷിന് ഓൾറെഡി വർക്ക് ഉണ്ട്. എന്താണ് സൺഡേ ആണെങ്കിലും എന്താ ഓഡിറ്റിങ് അങ്ങനത്തെ തിരക്കുണ്ട്. അപ്പോൾ ജോലിക്ക് പോയി. പിന്നെ വീഡിയോ എടുക്കുക, ഷൂട്ട് ചെയ്യുമല്ലോ, അല്ലെങ്കിൽ എഡിറ്റിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ടാന്ന് വിചാരിച്ചു. കുറച്ചൊന്ന് സെൽഫ് പാമ്പറിങ് ഒക്കെ ചെയ്തും പിന്നെ ഏകയോടൊപ്പം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തൊക്കെ വീട്ടിൽ എന്താ ഭയങ്കര ലേസി മടി പിടിച്ചിട്ട് ഇരിക്കാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇത്. ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഞങ്ങൾ കണ്ടു മാച്ചിങ് ബ്ലൂ ആണ്. ബ്ലൂ ഈ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല കേട്ടോ, അതിന് മുമ്പത്തെ പരിപാടിയാണ്. ഇന്ന് എല്ലാവരും ലേറ്റാണ്. മമ്മേ ഇത് നോക്കി, എന്ത് അടിപൊളി ബുക്കായിരുന്നു അറിയോ? ഇതിനകത്ത് പേജസ് ഒന്നുമില്ല. ഇവിടെ ലാസ്റ്റ് വലിയൊരു ബട്ടർഫ്ലൈ ഉണ്ടായിരുന്നു. ബൈ എറിക് കാളിന്റെ ദ വെരി ഹംഗ്രി കാറ്റർപില്ലർ. അടിപൊളി ബുക്കാണ് കേട്ടോ കുട്ടികൾക്ക്. ഈ ഒരു ഓഥറിന്റെ കുറെ ബുക്സ് ഉണ്ട്, നല്ലതാ. ബ്രേക്ക്ഫാസ്റ്റ് ടൈം. ദോശ, ചമ്മന്തിപ്പൊടി. ഇത് അമ്മ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ. ഇത് ദോശ ഉണ്ടോ ഞങ്ങളുടെ. ഇത് റാഗിയും പിന്നെ എന്തുഴുന്ന മറ്റേ ബ്ലാക്ക് ഉറുദാളും കൂടി ഇട്ടിട്ടുള്ള. ചിലപ്പോൾ ഇങ്ങനെ മാറ്റി മാറ്റി ദോശയൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ AKയുടെ പേജ് ഉണ്ട്, അതിലപ്പോൾ എങ്ങനെ ഉണ്ടാക്കണേന്നൊക്കെ ഇട്ടിട്ടുണ്ട്. മില്ലറ്റ് ദോശ. ഈ എന്താ വെയിറ്റൊക്കെ ഒന്ന് കുറയ്ക്കാനും ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഒക്കെ കഴിക്കാൻ പറ്റിയ ദോശയാണ്. ഇതാ ഞങ്ങൾ മുകളിൽ തുണി ഇടാൻ വന്നേക്കാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് പണി. മറ്റേത് ഞാൻ വർക്ക് ചെയ്യാനിരിക്കുമ്പോൾ അമ്മയും മേഘയും കൂടി വന്നിട്ടാണ് ഈ പരിപാടികളൊക്കെ. അപ്പൊ ഇന്ന് ദേ ഞങ്ങൾ വന്നു അല്ലേ. പിന്നെ നമുക്ക് തുണിയൊക്കെ ഇടാം. എത്ര മണിയായേ? 10:30 അത്ര എന്തോ ഉള്ളൂ. ഇന്ന് വർക്കില്ല. അമ്മയ്ക്ക് വർക്ക് ഉണ്ടോ ഏക? അതെന്താ? സൺഡേ ഹോളിഡേ ആണോ? പിന്നെ അച്ഛക്കോ? അച്ഛക്കും ഇല്ലേ? പക്ഷെ അച്ഛന്ന് പോയി. ഉച്ചയ്ക്ക് ഇന്ന് കുറേ വർക്ക് ഉണ്ട് കമ്പനിയിൽ. ഈവനിങ് വരും അല്ലേ? രാത്രി വന്നിട്ട് തലയിൽ കയറ്റും. പിന്നെ പാപ്പ കഴിക്കും. ബാബ പോരും. ഇത് നോക്കിയ സ്റ്റാൻഡുമ്പോ വന്ന് പണിയണതാണ്. ഏക ബാഡ് ബോയ് ആണ് കേട്ടോ. നോക്കിട്ട് വീഡിയോ എടുക്കാമ്മ എല്ലാവരോടും പറയട്ടെ. ഏക അമ്മേനെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല, വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല, ഒന്നും സമ്മതിക്കില്ല. മുകളിൽ പോയി തുണിയൊക്കെ ഇട്ട് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ടയേർഡായിട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് TV ഒക്കെ കാണലാണ്. TV കാണും, അല്ലെങ്കിൽ പിന്നെ അലക്സയിൽ പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിക്കലോ ബോൾ കളിക്കലോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടിയായിരിക്കും. വന്നില്ലല്ലോ.
ഏത് പാട്ടാ അത്? എന്താ? അലക്സ എന്ന് വിളിക്കൂ. കൈ പിടിക്കുക. സ്ലൈഡ് ഓർമ്മയുണ്ടോ അന്നേക്ക് നമ്മൾ ട്രിപ്പ് പോയപ്പോ? ഒരു രക്ഷയില്ല കേട്ടോ ആളെ കൊണ്ട്. കുറുമ്പ് കൂടി കൂടി വരികയാണ്. ഈ സമയത്താണ് ആ മുടിയൊക്കെ മൊത്തം ഇവിടെ മുറിച്ചു കളയാൻ നമുക്ക് തോന്നുന്നത്. ആകെ നമുക്ക് ദേഷ്യവും സങ്കടമൊക്കെ വരും. വലിക്കുമ്പോൾ എന്ത് വേദനയാണെന്നറിയോ? കളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വിശന്ന് തുടങ്ങി കേട്ടോ. അപ്പോൾ ഒരു മിഡ് മോർണിംഗ് സ്നാക്ക് പോലെ ഏതെങ്കിലും ഫ്രൂട്ടൊക്കെ ആയിരിക്കും. അനാറ് അല്ലെങ്കിൽ മിക്കപ്പോഴും ഈ കുഞ്ഞി പഴമൊക്കെ ആയിരിക്കുമല്ലോ ഉണ്ടാവുന്നത്, സ്ഥിരമായിട്ട് ഉണ്ടാവുന്നതൊക്കെ. ഇത് ഞാൻ ഇതിനു മുമ്പേ കാണിച്ചിട്ടില്ലേ, ഞാൻ പോമഗ്രനേറ്റ് ടീ ഉണ്ടാക്കണത്. അപ്പോൾ ആൾക്കത് ഉണ്ടാക്കി കൊടുത്തപ്പോൾ പിന്നെ ഇപ്പോൾ പോമഗ്രനേറ്റ് വെറുതെ വേണ്ട, ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ചൂടുവെള്ളം ഒഴിക്കില്ല, തിളപ്പിച്ചാറ്റിയ വെള്ളം ഇട്ടിട്ട് കൊടുക്കും. പഞ്ചസാര ഇടില്ല, ചിലപ്പോൾ ഒട്ടും മധുരം ഇല്ലെങ്കിൽ പനങ്കൽക്കണ്ട് എപ്പോഴും ഉരുക്കി വെച്ചതുണ്ട്, അപ്പം അത് മിക്സ് ചെയ്ത് കൊടുക്കും. ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് ഹെയർ ഓയിൽ ഇടാണ്. ആകെ കോളായിട്ടിരിക്കുക മുടി. ഇപ്പോൾ അങ്ങനെ ഒട്ടും കെയറും ഒട്ടും ശ്രദ്ധിക്കാറൊന്നുമില്ല. ഈ കൊമേഴ്ഷ്യൽ ഷാമ്പൂസൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഡ്രൈയും ഇച്ചി സ്കാൽപ്പാണ്. നിങ്ങൾക്കിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ വീഡിയോൻ്റെ ഇടയിൽ കാണാം കേട്ടോ. പിന്നെ ഡാൻഡ്രഫ് ഒരു രക്ഷയില്ല. ഞാനിങ്ങനെ എന്താ ഇച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. കൈൻഡ്ലി എക്സ്ക്യൂസ്. ഞാൻ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇപ്പോൾ DIY ചെയ്തു തുടങ്ങുന്നുണ്ട്. നല്ലതാണെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ റിസൾട്ട്. ടമ്മി ഫുൾ കഴിക്കണം കേട്ടോ. ഓക്കെ. ഏകയുടെ കുളിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ആൾ കുറച്ച് നേരം ഉറങ്ങണേ. ഏകനെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ടേ പിന്നെ ഞാൻ കുളിക്കാൻ പോവുള്ളൂ, അല്ലെങ്കിൽ ആകെ മൊത്തം പിന്നെയും കോളാവും. എന്ത് തോരനാ? തുടങ്ങി കുട്ടിക്ക് തുടങ്ങി. എനിക്ക് വേണ്ട മെഴുക്കുവരട്ടി ഇഷ്ടമുള്ളൂ. ഇത് മെഴുക്കുവരട്ടിയാ, മെഴുക്കുവരട്ടി പോലത്തെ തോരൻ. എന്താ ചെറുപയറും കുടപ്പനും. ചെറുപയറും കുടപ്പനും ഹെൽത്തി. ഇതേപ്പോ ഒരാള് ഉറങ്ങാൻ പോവാണ്. അപ്പൊ ഞങ്ങള് ഈ ഒരു ഉച്ച സമയത്ത് ചിലപ്പോ തൈരൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സൂസ് വയ്ക്കും, ഉറക്കത്തിന് പോവുമല്ലോ. അപ്പൊ പിന്നെ അപ്പോഴാണ് ക്ലോസ് ഡയപ്പർ ഇട്ടാ. രാത്രി കെട്ടുമ്പോ പക്ഷെ ഇപ്പൊ നിക്കണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീക്ക് ആവാറുണ്ട്. അപ്പൊ മാമിപോക്കോ പാൻസ് ആണ് യൂസ് ചെയ്യണേ. ഇല്ലെങ്കിൽ ഞാൻ എല്ലാം ട്രൈ നോക്കിയിട്ടുണ്ട്, പാമ്പേഴ്സും ഹഗീസും ഹിമാലയം എല്ലാം. പക്ഷെ ഉള്ളതിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇതിനോട് കുറച്ച് സാമ്യമായിട്ട് നിൽക്കുന്നതും റാഷസും അങ്ങനത്തെ കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് നിൽക്കുന്നതും മാമിപോക്കോ പാൻസ് ആണ് കേട്ടോ. അല്ലാണ്ട് ഇത് ഉച്ചയ്ക്ക് ഞങ്ങള് ടോട്ടലർ തിങ് ഇത് ഞങ്ങള് ഒരു വയസ്സാവണതിന് മുമ്പേ മേടിച്ചതാണ്. ഇപ്പൊ എത്രയായി 32 months ആയി. കുറച്ച് 4 മാസം കൂടി കഴിക്കാം 3 വയസ്സാവും. സ്റ്റിൽ നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണിത്. ഇതിലെന്താ ഉള്ളത്? ക്യാൻഡിയുടെ പ്രിന്റ് ആണ് അല്ലേ? ഞങ്ങളിപ്പോ പൂപ്പ് ചെയ്താ പൂപ്പ് ഞങ്ങളിപ്പോ ടോയ്ലറ്റിൽ പൂപ്പ് ചെയ്യും അല്ലേ? ഓഫ് ചെയ്യണോ? ശരി. ആൾക്ക് ഓഫ് ചെയ്യാൻ തീർത്തിയാണ്. റെഡ് സാധനത്തില് തുടങ്ങണം. എത്തുവോ ഏകയ്ക്ക്? പിന്നെ നമുക്ക് ഡേഗ ഓർഗാനിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് കേട്ടിട്ടുണ്ടാവുമല്ലോ, ചിലപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടാവും കുറേ പേര്. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് യൂസ് ചെയ്യണത്. ആക്ച്വലി അവർ എനിക്ക് പ്രോഡക്റ്റ്സ് അയച്ചു തന്നതാണ് റിവ്യൂ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ കൊലാബ് പോലെ ചെയ്യാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് ഗ്യാപ്പായി, അങ്ങനെ എല്ലാം കൂടി പറ്റുന്നില്ല. പിന്നെ ലൈക്ക് ഒരു ഇൻഫ്ലുവൻസർ കൈൻഡ് ഓഫ് അങ്ങനെ ഇപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങളത് മേടിക്കണം ആ ഒരു ഇതിനോട് എനിക്ക് കുറച്ച് താല്പര്യം കുറവ് പോലെ തോന്നി.
അങ്ങനെ ഞാൻ പിന്നെ കുറച്ചു. പിന്നെ ഈ കൂടുതലും സ്മോൾ ബിസിനസ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. മീൻസ് അവർക്കൊരു ഹെൽപ്പ് ആവുമല്ലോ, കുറച്ചും കൂടി ഒരു റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ ഇത് റാൻഡംലി എനിക്കിങ്ങനെ ഒരു ജസ്റ്റ് DM വന്ന് അവരിങ്ങനെ ചോദിച്ചു. അപ്പോൾ ഒബ്വിയസ്ലി കുറച്ച് നല്ല വെൽ നോൺ ബ്രാൻഡാണ്, നമുക്ക് കുഴപ്പമില്ല, ട്രൈ ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിവ്യൂ പറയാമെന്ന് വിചാരിച്ചു. ഞാനിതിൻ്റെ ആക്ച്വലി കിട്ടിയപ്പോൾ തന്നെ ഞാൻ സ്റ്റോറി ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊരു 1.5 വീക്സ് ഒക്കെ ആയി. ഇപ്പം ഞാൻ പറഞ്ഞിരുന്നു അവരോട് ഞാൻ എന്തായാലും അങ്ങനെ കൂടുതലും സ്കിൻ കെയർ ആയിട്ടുള്ള പ്രോഡക്ട്സ് അങ്ങനെ ട്രൈ ചെയ്യാറില്ല. ഭയങ്കര സെൻസിറ്റീവും ആക്നെ ഉള്ള സ്കിന്നായതുകൊണ്ട്. അപ്പോൾ ഒരു 2 വീക്സ് കൂടുതൽ യൂസ് ചെയ്തിട്ട് ആണ് ഞാൻ റിവ്യൂ ഇടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അവർ ഫൈൻ ആയിരുന്നു, അത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം ഞാൻ അതാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പ്രോഡക്ട്സ് നമുക്ക് നോക്കാം. ഇതൊക്കെയാണ് പ്രോഡക്ട്സ് വന്നിട്ട് 3 കേട്ടോ അവർ തന്നിരിക്കുന്നത്. ഒന്ന് അവരുടെ അലോവേര ജെൽ, അത് ഭയങ്കര ഫേമസ് ആണെന്ന് തോന്നുന്നു, എപ്പോഴും എല്ലാവരും യൂസ് ചെയ്ത് പറയണൊക്കെ കേൾക്കാറുണ്ട്. പിന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ആക്നെ പ്രോൺ സ്കിന്നാണ്. അപ്പോൾ അവരൊരു ടീ ട്രീ ഫേഷ്യൽ ടോണറും പിന്നെ അതുപോലെ പിമ്പിൾസിന് വേണ്ടിയിട്ടുള്ള ആക്നെ കൺട്രോളിന് വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്കും ആണ് തന്നിരിക്കുന്നത്. ഈ 3 പ്രോഡക്ട്സ് ആണ്. ഇപ്പം ഞാനിതിപ്പോൾ ഇതാ കുറച്ച് എന്താ പറയുക, ശരിക്കും ആക്ച്വലി ഒരു 1 വീക്ക് ആയിട്ടുണ്ടാവും. ഇത് മാത്രമാണ് ഇപ്പോൾ യൂസ് ചെയ്യണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രോഡക്ട്സ് ഇൻ ബിറ്റ്വീൻ മിക്സ് ചെയ്യണം. അപ്പോൾ കറക്റ്റായിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാനിപ്പോൾ ഫേസ് ജസ്റ്റ് പ്ലെയിൻ വാട്ടർ കൊണ്ട് വാഷ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഫേസ് മാസ്ക് യൂസ് ചെയ്യണത്. അവർ പറഞ്ഞു ഡെയിലി യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷേ ഇത്തിരി തരിതരി ഉള്ളതുകൊണ്ട് ഞാൻ ഡെയിലി പ്രിഫർ ചെയ്യണില്ല. മീൻസ് ഒരു സ്ക്രബ്ബർ പോലെയും കൂടിയാണ്. അപ്പോൾ ഞാനൊരു വീക്കിലി ഒരു 3-4 അങ്ങനെ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സ് ടൈം കിട്ടുന്ന അനുസരിച്ച് ചെയ്യാറുള്ളൂ. എന്താ പറയുക, ഇതിൻ്റെ ഞാനൊരു പ്രോപ്പറായിട്ടുള്ള ഒരു റിവ്യൂ ഞാൻ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടിടാം കേട്ടോ. പക്ഷേ എനിക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് മീൻസ് പ്രോഡക്റ്റ്സ് നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. അലോവേര ജെല്ലും ആണെങ്കിലും ടോണറാണെങ്കിലും അങ്ങനെ എനിക്ക് പുതിയ പിമ്പിൾസ് ഇതുവരെ ഇത് യൂസ് ചെയ്തിട്ട് വന്നിട്ടില്ല കേട്ടോ. ഞാൻ എന്താ ഫ്രഷ് ആയിട്ട് വന്നു. ഫേസിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ലൈറ്റായിട്ടൊരു ബ്രൈറ്റ്നെസ് പോലെ തോന്നുന്നുണ്ടാവും. പിന്നെ ആ ഒരു ഓയിൽനെസ്സൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹെയർ എന്താ, ഞാൻ ജസ്റ്റ് വെറുതെ അധികം ഓയിലൊന്നും ഇടാത്തതുകൊണ്ട് പ്ലെയിൻ വാട്ടർ കൊണ്ട് വാഷ് ചെയ്തുള്ളൂ. കാരണം എനിക്ക് ഷാമ്പൂ ഇടാൻ ഒരു പ്രാവശ്യം ഞാൻ ഡവിൻ്റെ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ എടുത്തിട്ട് സ്കാൽപ്പൊക്കെ ഉണ്ടല്ലോ എനിക്ക് പൊള്ളണ പോലെ തോന്നി. ഇപ്പോൾ എനിക്ക് തോന്നി ഇത്ര നാൾ ആ നാച്ചുറൽ ഓർഗാനിക് ഒക്കെ യൂസ് ചെയ്തിട്ട് പിന്നെയും ഇതിലേക്ക് വന്നപ്പോൾ സ്കാൽപ്പിന് ഒട്ടും പറ്റണില്ല എന്ന് തോന്നി. പിന്നെ ഞാനങ്ങനെ പാഡ് ഡ്രൈയേ ചെയ്യാറുള്ളൂ കേട്ടോ. ജസ്റ്റ് ഇതൊരു ഖാദിയുടെ നല്ല തോർത്താണ്, അത് വെച്ചിട്ട് കെട്ടി വയ്ക്കും. അത് കഴിഞ്ഞിട്ട് അങ്ങനെ അമർത്തി തോർത്താറില്ല. പിന്നെ ഉണ്ടല്ലോ കെട്ടി വെക്കണമെന്ന് ഞാൻ തോർത്തെടുക്കില്ല. നമ്മുടെ പഴയ എന്തെങ്കിലും ടീഷർട്ട്, നല്ല കോട്ടൺ ടീഷർട്ട് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാണ് കെട്ടി വെക്കാറുള്ളത് മുടി. ഫേസ് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ടോണർ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യാം കേട്ടോ. സ്പ്രേ ബോട്ടിലാണ് സ്പ്രേ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കോട്ടൺ പാഡിൽ അങ്ങനെ എടുക്കണമെങ്കിൽ അങ്ങനെയും വൈപ്പും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അലോവേര ജെല്ല് മാത്രം ഇട്ട് കൊടുക്കും. ചിലപ്പോൾ ഒക്കെ ഇപ്പോൾ വെയിലത്തോ അങ്ങനെയൊക്കെ ഇറങ്ങാനൊക്കെ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ സൺസ്ക്രീൻ ഇടും, അല്ലെങ്കിൽ അങ്ങനെ സൺസ്ക്രീൻ അകത്തിരിക്കുമ്പോൾ ഇടാറില്ല. ഞാൻ എന്താ ഇനി ലഞ്ച് കഴിക്കാൻ പോവാണ്. ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ട്. അമ്മയും ഭാവിയും നല്ല ഉറക്കമാണ്. അപ്പോൾ ഇനിയിപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഈ സമയത്താണ് ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാറ്. ചിലപ്പോൾ വർക്ക് അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യത്തിൽ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അടിച്ചു വാരലോ വൃത്തിയാക്കലോ പാത്രമൊക്കെ കഴുകാനുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എന്തായി പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്താണ്? ഇപ്പൊ അങ്ങനെ അറിയില്ലല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ എപ്പോഴും അറിയും. വ്ലോഗ്സ് ഒക്കെ കാണുമ്പോൾ നമ്മളെല്ലാവരും അറിയാം, ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ അറിയാം. നിങ്ങളെല്ലാവരും എന്ത് പറയണോ, സുഖമായിട്ടിരിക്കണോ? വിശേഷമൊന്നും ഇല്ലല്ലോ, സേഫ് ആയിട്ടിരിക്കുക. ഇനിയിപ്പോൾ മഴയൊക്കെ മാറുന്നുള്ളൂ, ഇപ്പൊ നല്ല ചൂടായി, നല്ല വെയിൽ. പിന്നെന്താ, കുറച്ച് വിഷമങ്ങൾ, സങ്കടങ്ങൾ എന്താ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. എനിക്കൊരു ഫസ്റ്റ് ടൈം ആയിട്ടാണ് നമ്മൾ ആക്ച്വലി ഇങ്ങനെ സംസാരിക്കണം തന്നെ. ഇപ്പൊ ഒരു കൈൻഡ് ഓഫ് ഫാമിലി പോലെ ആയിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ വ്ലോഗ്സ് ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരെയും അറിയാം, നമ്മൾ എന്തൊക്കെയാണ് ചെയ്യണതും കാര്യങ്ങളൊക്കെ അറിയാലോ. ഓൾമോസ്റ്റ് എപ്പോഴും കാണുന്ന പോലെയും ആയില്ലേ. അപ്പോൾ കുറച്ച് അല്ലാത്ത കാര്യങ്ങളെല്ലാം ഷെയറും ചെയ്യണമല്ലോ. എനിക്കൊന്നും നമ്മളിങ്ങനെ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല, അങ്ങനത്തെ ഒരു വീഡിയോ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ. അതല്ലാണ്ട് മറ്റേ Q&Aയും അല്ലാത്ത രീതിയിലൊക്കെ ബാക്കി നോർമൽ പോണ വീഡിയോസിലൊക്കെ പോലെ ഉണ്ടാവാറുണ്ട്. എന്നാലും എന്താ, ഞാനങ്ങനെ ഇപ്പൊ കുറച്ചൊരു ഫ്രീ ഗ്യാപ്പ് കിട്ടി, അല്ലെങ്കിൽ ഇതൊന്നും കിട്ടാറില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ വർക്ക് ഉണ്ടാവും, ചില ദിവസം എന്തെങ്കിലും ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യാനോ അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിനെ വിളിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെന്താ, ചിലപ്പോൾ വേഗം ഉറങ്ങില്ല, ഉച്ച കഴിഞ്ഞിട്ട് ഉറങ്ങില്ല, അല്ലെങ്കിൽ അടിച്ചു വരാനോ തുടയ്ക്കാനോ
അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പഠിക്കണം, അല്ലെങ്കിൽ എഡിറ്റിംഗ്. മെയിൻലി മിക്കവാറും ഇപ്പം അതായിരിക്കും. ഫുൾ എൻ്റെ ടൈം പോണത് ഈ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ്. അപ്പം ഇന്നൊന്നും വേണ്ട, മൊത്തം വെറുതെ ഇരിക്കാം, കിടന്നുറങ്ങാന്ന് വിചാരിച്ചു. അവരുറങ്ങല്ലേ. അപ്പം അതിനുമ്പ് നിങ്ങളോട് ജസ്റ്റ് എന്താ കുറച്ചു നേരം സംസാരിക്കാം. എന്താ പറയാ, എനിക്ക് തോന്നുന്നു ഞാൻ ആക്ച്വലി ഉണ്ടല്ലോ, ഇപ്പോൾ ലൈക്ക് ഈ ഒരു നമ്മൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇതിലേക്ക് എങ്ങനെയാകുമ്പോൾ നമ്മൾ എന്നെ കുറച്ച് പേര് എന്നോട് ചോദിച്ചിരുന്നു, ഫുൾ ടൈം എന്താ കറക്കാണല്ലോ, അല്ലെങ്കിൽ ഫുൾ ടൈം റിസോർട്ടിലാണോ, അങ്ങനെയൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആക്ച്വലി ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വാൻസയിൽ പറഞ്ഞിരുന്നില്ലേ, ഞങ്ങൾ കല്യാണത്തിന് മുമ്പ് അത്യാവശ്യം കുറേ നല്ലോണം 1 day ട്രിപ്സ് ഒക്കെ പോകാറൊക്കെ ഉണ്ട്. കുറേ ഓൾമോസ്റ്റ് നല്ല നല്ല ഈ നേച്ചർ ഫ്രണ്ട്ലി അങ്ങനത്തെ പ്ലേസുകളിലൊക്കെ പോകാറുണ്ട്. അപ്പൊ ഇപ്പൊ ഒരു 3 വർഷം പ്രഗ്നന്റ് ആയപ്പോ തൊട്ട് ഇരിക്കണതാണ്. പിന്നെ ബേബിയുടെ അറിയാലോ, ബേബിന്റെ കഥ ഞാൻ പറഞ്ഞില്ല, ബേബി പ്രീടേം ആയിരുന്നുകൊണ്ട് ഫുൾ വീട്ടിൽ തന്നെയായിരുന്നു. നമ്മൾ ഒട്ടും എക്സ്പോസ് ചെയ്യില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ തന്നെയായിരുന്നു. അപ്പൊ ഭയങ്കര പോസ്റ്റ് പാർട്ടമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ, കടന്നു വരാനൊക്കെ. അതിൽ നിന്ന് എല്ലാവരുടെയൊക്കെ ഒരു എന്താ പറയുക സപ്പോർട്ടും പിന്നെ ആ ഒരു മനസ്സിന്റെ ഇതുകൊണ്ടൊക്കെ അങ്ങനെ പോയി. അപ്പൊ അതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കോവിഡ് വന്ന് പിന്നെ അതിന്റെയും പേടി കാരണം ആരായിട്ട് ഒരു ടച്ചും കോണ്ടാക്ട് ഒന്നുമില്ല. അപ്പൊ ഒരു വല്ലാത്തൊരു ലൈഫായിരുന്നു കേട്ടോ. വീട് ഫുൾ ഈ അകത്ത് തന്നെ ഞങ്ങൾ 3 പേരും വാവയെ മാത്രമായിട്ടുള്ള ആ ഒരു ഇതായിരുന്നു. അപ്പൊ ഇപ്പോഴാണ് കുറച്ചും കൂടിയൊക്കെ റിലാക്സ്ഡ് ആയിട്ടും കേസസ് ഒക്കെ കുറഞ്ഞപ്പോൾ പുറത്ത് പോകാനും അങ്ങനെയൊക്കെ ഒരു സന്തോഷം. പിന്നെ എനിക്ക് പറ്റുന്ന പോലത്തെ ഒക്കെ രീതിയിൽ ഇപ്പൊ പോകാനൊക്കെ താല്പര്യമാണ്, കറങ്ങാനൊക്കെ ഇഷ്ടമാണ്. സ്കൂളിലൊക്കെ പോയി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ എങ്ങനെയാണ് എപ്പോഴാണ് പോവാന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് പോകണു, ട്രൈ ചെയ്യണം, പറ്റുന്ന പോലെയൊക്കെ പോകണു. പിന്നെ അല്ല, അതിലും കൂടുതൽ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ, സോഷ്യൽ മീഡിയ ഈസ് കൈൻഡ് ഓഫ് ഒരു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു എന്താ പറയുക ലൈ എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ഡിഫറെന്റ് വേൾഡ് അല്ലേ നമുക്ക് സോഷ്യൽ മീഡിയ അറിയാം. നമ്മൾ കാണുന്നതൊക്കെ അതിലെല്ലാം ഓൾമോസ്റ്റ് ഫേക്ക് എന്ന് പറയാം ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം അതിൽ കാണുമ്പോൾ വിശ്വസിക്കുമ്പോൾ അവരുടെ ലൈഫ് നോക്കാൻ തട്ടിപ്പൊളിയാ. അപ്പൊ യൂട്യൂബേഴ്സിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ ആണെങ്കിലും നമ്മൾ ആ ഒരു കാഴ്ചപ്പാടിലാണ് ഞാനും ചിന്തിച്ചിരുന്നിരുന്നത്. നമ്മൾ ഓൾവേസ് ട്രാവലിംഗ്, സോ ഐ മീൻ ദേ ആർ ഹാവിങ് സോ മച്ച് ഫൺ, സ്റ്റേറ്റസ് ഇടാം, സ്റ്റോറീസ് ഇടാം, അങ്ങനെയൊക്കെയാണ് ആലോചിക്കാറുള്ളത്. പക്ഷെ ഞാനും ഇപ്പൊ ഈ ഒരു ഇയറിലേക്ക് ഈ ഒരു വർഷം ഇതിൽ തുടങ്ങിയപ്പോൾ അപ്പോഴാണ് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണേ. അല്ല ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പറയണത് നമ്മൾക്കും ആ ഒരു നിങ്ങൾ ഈ കാണുന്ന പോലത്തെ ആ ഒരു ഇത് മാത്രമല്ല, വി ട്രൈ ലൈക്ക് ആസ് മച്ച് ആസ് പോസിബിൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു രീതിയിലൊക്കെ അങ്ങനത്തെ വീഡിയോസ് ഇടാനാണ് താല്പര്യവും അങ്ങനെയാണ് ചെയ്യാറുള്ളതും. പക്ഷെ അല്ലാണ്ട് ബിഹൈൻഡ് വി ഹാവ് ലൈക്ക് അവർ ഓൺ ഇഷ്യൂസ് ഉണ്ട്, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്, ലൈക്ക് അപ്സ് ആൻഡ് ഡൗൺസും എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ നമ്മുടേതല്ല എല്ലാവരുടെയും അത് ലൈഫിൽ അങ്ങനെയായിരിക്കും. നിങ്ങൾ ആ ഒരു രീതിയിൽ കണ്ടാൽ മതി കേട്ടോ. അല്ലാണ്ട് ഈ സ്ഥിരം ഇങ്ങനെ നമ്മളിങ്ങനെ വ്ളോഗ്സ് ഇതൊക്കെ ഇടുമ്പോൾ ഫുൾ അടിപൊളി ലൈഫാണല്ലോ. ഒരു കുട്ടി എനിക്ക് DM ചെയ്തിട്ടുണ്ടായിരുന്നു, ഏക്കാ സോ ലക്കി, എന്ത് രസം ഫുൾ ടൈം ഇത്ര കുഞ്ഞിലെ തന്നെ കറങ്ങി നടക്കുക, എന്തോരം പ്ലേസസ് ഒക്കെയാണ് പോണേന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഇപ്പോഴാണ് കേട്ടോ 3 years ആവാറായി. ഞങ്ങളൊക്കെ ആദ്യമേ തൊട്ട് ട്രാവലിംഗ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനത്തെ ഒന്നും ആയിരുന്നില്ല. ഒരു പ്രത്യേക ഒരു ട്വിസ്റ്റ് ഒക്കെ വരുമല്ലോ ലൈഫിൽ. അപ്പൊ ഇപ്പോഴാണ് അങ്ങനെയൊക്കെ പോണത്. അതല്ല, അതിൽ കുറെ പ്രശ്നങ്ങളൊക്കെ കടന്നു വന്നിട്ടുണ്ട്. ഇപ്പോഴും പ്രശ്നങ്ങളൊക്കെ പലതും ഉണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ കണ്ടാൽ മതി, എടുത്താൽ മതി. പിന്നെ ഞാൻ എന്താ പറയുക, സങ്കടം പറയണമെന്ന് വിചാരിച്ചിട്ട് ആക്ച്വലി ഈ ഹെൽത്ത് ഇഷ്യൂസ് എന്നൊക്കെ പറഞ്ഞ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ എനിക്ക് കണ്ടിട്ട് ഈ ഫോൺ നോക്കി എഡിറ്റിങ് അങ്ങനെയൊക്കെ ചെയ്തിട്ട് എനിക്ക് ഭയങ്കര തലവേദന വരാറുണ്ട് ചില ദിവസം. പിന്നെ ഇയർ ബാലൻസ് വേർട്ടിഗോ ഇല്ല, ആ ഇഷ്യൂ, തല കറങ്ങണമല്ലോ ഒന്നാറുണ്ട്. കൂടുതൽ ടൈം ഇതിലേക്കും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്കും ഒക്കെ നോക്കിയിരുന്ന് കഴിയുമ്പോൾ ഇപ്പൊ തന്നെ ചില സമയത്ത് സംസാരിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇംബാലൻസ് ഫീൽ ചെയ്യും. അപ്പോൾ ആക്ച്വലി എന്താ പറയുക, ഈ യൂട്യൂബ് സംഭവം നിർത്തിയാലോ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. കാരണം ഐ മീൻ അത്യാവശ്യം നല്ല സ്ട്രെസ്സാണ്. നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല, ലൈക്ക് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. പറയാം ഇപ്പോൾ ലൈക്ക് നമുക്ക് വർക്ക് ഉണ്ട്, ഇൻ ബിറ്റ്വീൻ കാര്യങ്ങൾ നോക്കണം, എങ്ങനെ കാര്യങ്ങൾ അത് ഇത്. പിന്നെ ഈ വീഡിയോ എടുക്കുന്നത് കുഴപ്പമില്ല കേട്ടോ, എഡിറ്റിംഗ് ഈസ് ഭയങ്കര ഡിഫിക്കൾട്ടാണ്. നമുക്ക് അത് വിചാരിക്കുന്ന പോലെ എല്ലാം കട്ട് ചെയ്തല്ലെങ്കിൽ നമ്മൾ വോയിസ് ഓവർ കൊടുക്കണം. അപ്പോൾ ചില വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ചുറ്റും ഭയങ്കര ബഹളം, അതല്ലാത്തുള്ള സമയം നോക്കിയെടുക്കണം. അപ്പോൾ രാത്രി എഴുതിയിരിക്കുക. അപ്പോൾ അത് എല്ലാവരുടെയും അത് കേട്ടോ, എല്ലാവരും അങ്ങനെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ചും കൂടിയൊക്കെ മെയിൻ വലിയ യൂട്യൂബേഴ്സൊക്കെ മിക്കവാറും പുറത്തൊക്കെ ഉള്ള ഒരു കമ്പനീസ്, ഇപ്പോൾ സോഷ്യൽ മീഡിയ ഹാൻഡ്ലിംഗ് ഒക്കെ വേറെ പല ആൾക്കാരും ആണല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ഏജൻസി അല്ലെങ്കിൽ ഗ്രൂപ്പിനൊക്കെ ഏൽപ്പിക്കുമല്ലോ, ജസ്റ്റ് വീഡിയോ കൊടുത്താൽ ബാക്കി എല്ലാവരും ചെയ്തു.
അങ്ങനെയുണ്ട്, അല്ലാണ്ട് ചെയ്യണവരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ ഇത് എനിക്ക് പറ്റിയ പണിയാണോ ആക്ച്വലി. പിന്നെ നമ്മളിങ്ങനെ വീഡിയോ ഇടുമ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് വരുമ്പോൾ ലൈക്ക് ദേ എക്സ്പെക്ട് ഫ്രം നമ്മളുടെ നിന്ന് എക്സ്പെക്ട് ചെയ്യൂലോ കാര്യങ്ങൾ എന്താണെന്നൊക്കെയുള്ളത്. അപ്പോൾ എനിക്കത് അത്രത്തോളം നിങ്ങൾക്ക് തരാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഇരിക്കണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എന്താ എഡിറ്റിംഗ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളെല്ലാം കൂടി വരുമ്പോഴുള്ള ആ ഒരു സ്ട്രെസ് കേട്ടോ. ആക്ച്വലി എനിക്ക് വീഡിയോസ് ഇടാൻ ഇഷ്ടമാണ്, വ്ളോഗ്സ് എടുക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു രീതിയിലും ആ ഒരു ഇഷ്ടം കൊണ്ടും ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കും. പിന്നെ എഗയുടെ ഒപ്പം എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര കിട്ടാത്ത പോലെ തോന്നും. പിന്നെ ഈ ഒരു എന്താ പറയുക, നമുക്ക് ആകെ ഭയങ്കര ഫ്രസ്ട്രേഷൻ പോലെ തോന്നും. അതൊക്കെ ആളോട് തീർക്കണ പോലെ ദേഷ്യപ്പെടും, ഒച്ചെടുക്കും, അങ്ങനെയൊക്കെ തോന്നും. അതൊന്നും നേരത്തെ ഉണ്ടായിരുന്നില്ല, ഇപ്പം ഇത് തുടങ്ങിയപ്പോൾ തോന്നി. അപ്പം എനിക്ക് കുറച്ച് വിഷമം പോലെ. അപ്പോൾ നിങ്ങളായിട്ട് എന്തായാലും ജസ്റ്റ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താ വേണ്ടത്, കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഡെഫിനറ്റ്ലി എനിക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ എന്താ പറയുക, ഇപ്പോൾ കുറേ ന്യൂ യൂട്യൂബേഴ്സ് ഉണ്ട് ഡെഫിനറ്റ്ലി. അപ്പോൾ നിങ്ങൾ കാണുന്നവർ, നിങ്ങൾക്ക് അവരിടുന്ന കണ്ടൻറ്റ്സ് ഇഷ്ടമാണെങ്കിൽ എന്തായാലും അവരെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടും അവർക്ക് കാര്യം എന്താണ് ഇനി ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നോ അങ്ങനെയുള്ളത് റിവ്യൂസ് പോലെ അവരോട് കമൻസ് കൊടുത്തിട്ടും, പിന്നെ നല്ല നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക. കാരണം എനിക്കിപ്പോൾ തോന്നുന്നു കുറേ നല്ല നല്ല കാര്യങ്ങൾക്കൊന്നും അധികം വാല്യൂ കിട്ടാത്ത പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ വ്യൂവേഴ്സിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. എന്നാൽ മാത്രമേ എനിക്ക് ആ ഒരു നിങ്ങളാണ് പ്രചോദനം എന്നൊക്കെ പറയില്ലേ, അതുള്ളൂ. പിന്നെ ചെയ്യാനും ഗുഡ് കണ്ടന്റ്സ് കൊണ്ടുവരാനും കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ. അപ്പം അതാണ് ഇങ്ങനെ അത്രേ ഉള്ളൂ വിഷമം, വേറെ കാര്യങ്ങളൊന്നുമില്ല. എന്താ വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്കും എൻ്റെ ഈ ഒരു ഇത് കാണുമ്പോൾ മുകേഷിനും അമ്മയ്ക്കും ആകെ വിഷമം, അപ്സെറ്റ് പോലെ. അങ്ങനെ മേ ബി ലൈക്ക് ഐ എം നോട്ട് ഗുഡ് അറ്റ് മൾട്ടി ടാസ്കിങ് പറയാൻ പറ്റില്ല. പക്ഷെ ഇത് നമുക്ക് എനിക്ക് ഈ ഒരു ഇഷ്യൂ കൂടി ഉള്ളതുകൊണ്ടാണ്. എന്താ ഫോൺ കൂടുതൽ നോക്കി കഴിയുമ്പോൾ ഈ ഇയർ ബാലൻസിൻ്റെ ഇഷ്യൂ അതുണ്ട്. പിന്നെ വർക്കും കൂടി കമ്പ്യൂട്ടറും കൂടി കൂടുതൽ വർക്ക് ഫുൾ ടൈം നമ്മളിപ്പോൾ ഒരു എന്താ പറയുക ഇലക്ട്രോണിക് ഡിവൈസിൻ്റെ മുമ്പിലല്ലേ. പിന്നെ ഫുൾ ടൈം എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ആൾക്കാർക്ക് അതും പ്രശ്നമാകുന്നതുകൊണ്ട് എവിടെ നോക്കിയാലും ഞാൻ മാത്രമേ കാണാനുള്ളൂ എന്നുള്ള ആ ഒരു രീതിയിൽ. ബട്ട് എന്താ പറയുക, എൻഡ് ഓഫ് ദി ഡേ ഇഫ് യു ആർ ഹാപ്പി ജസ്റ്റ് ഗോ ഫോർ ഇറ്റ് അല്ലേ. ആ ഒരു ഇതാണ് എൻ്റെ മനസ്സിൽ വെക്കില്ല. ഞാൻ പറയാറില്ലേ പോസിറ്റീവായിട്ടിരിക്കാനും ചിന്തിക്കാനുള്ളത്. എനിക്ക് ഹാപ്പിനെസ് ഇതുകൊണ്ട് തരണ്ട, ഇത്ര കഷ്ടപ്പെട്ടാണെങ്കിലും ഒക്കെ. ബട്ട് എനിക്കതിൽ ഹാപ്പിനെസ് ഉണ്ട്, സോ ഐ എം ഡൂയിങ് ഇറ്റ്. പിന്നെ നമ്മളും മറ്റുള്ളവരെ ബോധിപ്പിക്കാനും അതിന് വേണ്ടിയിട്ടൊന്നുമല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഞാൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ കുറേ സംസാരിക്കും കേട്ടോ. അതങ്ങനെയാണ്, എനിക്കിങ്ങനെ കുറേ ഉള്ള കാര്യങ്ങൾ, മൈൻഡിലുള്ള വ്യൂ പോയിന്റ്സ് ഒക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ തോന്നും. ഇതൊക്കെ എൻ്റെ ഒരു കാഴ്ചപ്പാടുകളാണ്. പലർക്കും പല രീതിയിലായിരിക്കും. എന്നാൽ ഇതാണ് എനിക്ക് ഒരു സങ്കടമല്ല, ഇപ്പോൾ ഭയങ്കര ഒരു സ്ട്രെസ് പോലെ ഫീൽ ചെയ്തത് ജസ്റ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അതുകൊണ്ട് ഇന്ന് ഡേ ഫുൾ റിലാക്സ് ഒക്കെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. കുറേ ദിവസമായിട്ട് ഇരിക്കേണ്ടതാണ്, അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. വേറെന്താ, പിന്നെ ഇപ്പോൾ ചിലപ്പോൾ സൗണ്ട് ഇട്ടിട്ട് ഇപ്പം എണീക്കും. ഉറങ്ങി കഴിയുമ്പോൾ പിന്നെ അയ്യോ ആകെ വീട് സൈലൻ്റ് ആയി ബോറടിക്കണ പോലെയൊക്കെ തോന്നും, വേറെ ഒന്നും ചെയ്യാനില്ലെങ്കിൽ. പിന്നെ ഇനി എന്താ, ഇനി ഈവനിങ്ങിൽ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഇത്രേ ഉള്ളൂ. രാത്രിയൊക്കെ മുകേഷ് വരുമ്പോൾ ഇപ്പോൾ വർക്ക് കൂടുതലുള്ളതുകൊണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും ഇതേ പറയാനുള്ളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ എന്താ നമ്മുടെ മാത്രമല്ല ആരുടെയും ലൈക്ക് ന്യൂ യൂട്യൂബേഴ്സിനെ പ്ലീസ് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കാരണം കണ്ടന്റ് ഒക്കെ നല്ലോണം ഉണ്ടെങ്കിൽ അത്ര നമ്മൾ കഷ്ടപ്പെട്ടോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ലൈക്ക് ആസ് യൂഷ്വൽ നമുക്ക് പെട്ടെന്ന് ഇതൊരു ദിവസം എന്താ റൂം വാച്ച് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ എന്ന് പറഞ്ഞ പോലെ എല്ലാ വലിയ ആൾക്കാരും ഇതുപോലെ ഒരു സ്റ്റെപ്പ് കടന്നു കഴിഞ്ഞിട്ടാണ് എല്ലാം സക്സസ്ഫുൾ ആയിട്ടുള്ളത്. സോ പേഷ്യൻസ് വേണം, ഡെഫിനറ്റ്ലി പേഷ്യൻസ് വേണം. പിന്നെ ലക്കും വേണം കേട്ടോ. ചിലവരൊക്കെ പെട്ടെന്ന് ക്ലിക്കായിട്ടൊക്കെ പോവും. അപ്പോൾ ലെറ്റ്സ് സീ, നമുക്കും പ്രതീക്ഷിക്കാം. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഭയങ്കരമാണ് കേട്ടോ. ചിലവർ എനിക്ക് കോൺസ്റ്റൻ്റ്ലി ഇപ്പോൾ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഷെയർ ചെയ്യണമെന്നും കമൻറ്റ് ചെയ്യണവരും അവരോടൊക്കെ താങ്ക് യു സോ മച്ച്. വീഡിയോ കാണുന്നവരോടും താങ്ക് യു സോ മച്ച്. പിന്നെ കുറേ പേര് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരില്ല എന്നുള്ള ആ ഒരു ഇതുണ്ട്. നിങ്ങൾ ഇപ്പം തന്നെ നോക്കുക, ബെല്ലൈക്കൺ ചിലപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ ആയിരിക്കില്ല, അതെടുത്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുള്ളൂ. ഇതാ ഈവനിങ് ആയി, ഒരു 5 മണിയൊക്കെ ഉണ്ടാവും. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കിടന്ന് ഉറങ്ങി. ഇപ്പം അത് കഴിഞ്ഞിട്ട് എന്താ ഈവനിങ് സ്നാക്സ് കഴിക്കാൻ ഏകയ്ക്ക് ഓംലെറ്റ്. ഞാനിങ്ങനെ കൈ എടുത്തിരുന്നപ്പോ തലവേദന ഉണ്ടോ, തലവേദന
ഉറക്കപ്പിച്ച് സന്ധ്യയായി, വിളക്കൊക്കെ കൊളുത്തി. അമ്മ ഇനി ഇത്രേരം ലളിതാ സഹസ്രനാമം ചൊല്ലിക്കൊണ്ടിരിക്കും. ഏകോട് കളേഴ്സ് ചോദിക്കട്ടെ. ഏകയ്ക്ക് കളേഴ്സ് ഓർമ്മയുണ്ടോ നോക്കാട്ടോ. ഞങ്ങള് ബുക്കൊക്കെ നോക്കിയിട്ട് ഇപ്പൊ കൊറേ നാളായി. അമ്മയ്ക്ക് അതിനൊന്നും സമയമില്ല അപ്പൊ ഇല്ലേ. ഇത് ഏത് കളറായക? യെല്ലോ. ഇതറിയോ? ഇത് ഫ്രോഗ്. ഇതിന് കളർ എന്താ? ആ നേരത്തെ പറഞ്ഞല്ലോ, കറക്റ്റ് ആയിരുന്നല്ലോ. എന്താ പറയാൻ വന്നേ? വാവയുടെ ഉടുപ്പിന്റെ കളർ എന്താ? ഗ്രീൻ. കളറാ? ബ്ലൂ. കുറേ നേരം കളിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഡിന്നർ പരിപാടിയിലേക്ക് കിടന്നു. അമ്മ പൊട്ടറ്റോ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് എനിക്ക് ചപ്പാത്തി മാത്രം ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഏകിക്ക് എന്താ, ഏകിക്ക് കുറുക്ക്. ചില ദിവസം ആഴ്ചയിൽ 1-2 ദിവസം ചിലപ്പോൾ ചപ്പാത്തി അധികം ഇഷ്ടമല്ല. അപ്പോൾ കുറുക്ക്, നവധാന്യ കുറുക്ക് അത് പൊടിച്ചു വയ്ക്കും. അതാണ് കൊടുക്കുക. ഇതിപ്പോ നമ്മുടെ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫ്രഷ് ആയി അടുക്കളയിലെ പണികൾ, പാത്രം കഴുകുക, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. അമ്മ അവിടെ എങ്ങനെ ഉറക്കമാണ്. പിന്നെ എന്താ പറയാ, ഡിന്നർ കഴിച്ചിട്ട് പിന്നെ ആകെ കുറെ ബഹളമായിരുന്നു കേട്ടോ. കരച്ചിലും വാശിയും ഉറങ്ങാനുള്ളതൊക്കെ ആയിരുന്നു. പിന്നെ വേറെന്താ, ഞാൻ എന്താ ഇപ്പൊ ഒന്ന് ഫ്രഷ് ആയി, ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ടുണ്ട്. രാത്രിയാണ് ഫേസ് വാഷ് ചെയ്യുക. മോർണിംഗ് ജസ്റ്റ് പ്ലെയിൻ വാട്ടർ കൊണ്ട് വാഷ് ചെയ്യുക മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ഞാൻ സെയിം ആ ഒരു ടോണറും അലോവേര ജെല്ലും മാത്രമേ യൂസ് ചെയ്യുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. വേറെ മോയ്സ്ചറൈസറോ സെറംസോ അങ്ങനെയൊന്നും യൂസ് ചെയ്യണില്ല. പിന്നെ ആ ഡ്രൈ ക്രീം മാത്രം. ചെറിയൊരു ഡയറി ഉണ്ട് കേട്ടോ. ഡയറി അല്ല, ഒരു പ്ലാനർ പോലെ. ആക്ച്വലി എനിക്കിതൊന്നും പതിവൊന്നുമില്ല, ഇങ്ങനത്തെ എഴുതലെ കാര്യങ്ങളൊന്നും. ഇപ്പൊ ഇങ്ങനെ വീഡിയോസ് ഇടാൻ തുടങ്ങിയപ്പോഴാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും ഓർമ്മ വരണത് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്നതാണ്. പിന്നെ അതുപോലെ ഈ കൊലാബ്സ് അത് അങ്ങനെ വരുന്നുണ്ട്, അതും എഴുതി വെക്കും. എന്തൊക്കെയാണ് ഡെലിവറബിൾസ് വേണ്ടതെന്ന് അവരോട് ചോദിച്ചിട്ട്, ഇപ്പോൾ റീലോ IGTVയോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ ആണോ വേണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് അതനുസരിച്ചിട്ട് അതും മെൻഷൻ ചെയ്തിടും. അങ്ങനെ ജസ്റ്റ് ഇതാ മാരാരി വ്ലോഗിൽ ഇതാ തിങ്സ് ടു ക്യാരി CG മാരാരി അവിടെ പോയിരുന്നില്ലേ. അപ്പൊ എനിക്കതെങ്ങനെ എഴുതി വെക്കണം, എനിക്ക് ബാക്ക് ചെയ്യുമ്പോൾ എല്ലാം ഓർത്തെടുത്ത് വെക്കാൻ. ഫസ്റ്റ് സ്റ്റേക്കേഷൻ ആയിരുന്നല്ലോ, അപ്പൊ ഏകയുള്ളപ്പോ ഒന്നും വിട്ടു പോകരുതല്ലോ. അപ്പൊ ഇതിങ്ങനെ വെക്കുമ്പോ ഇനിയും അതുപോലെ സ്റ്റേക്കേഷൻസിനൊക്കെ പോകുമ്പോ ഇത് ജസ്റ്റ് നോക്കിയാൽ മതി. നല്ല രസാ. എന്താ ഡ്രസ്സ്, ഡൈപ്പർ, ഷൂസ്, ചാർജർ, ക്യാപ്പ്. ഇപ്പൊ കുറച്ചു നേരം ഇത് ചെയ്തിരിക്കും. അവിടെ ഉറങ്ങിയിട്ടില്ല. ഞാൻ പതുക്കെ സംസാരിക്കാം. സൗണ്ട് കുറവായിരിക്കും, ഞാൻ പതുക്കെ സംസാരിക്കണേ. പിന്നെ സൗണ്ട് കുറവാണെന്ന് പറഞ്ഞിരുന്നു. ആക്ച്വലി മൈക്ക് മേടിച്ചു. പിന്നെയാണ് നമുക്ക് ആ പോർട്ടില്ല, OnePlus നോടാണ്. അപ്പൊ അതിന് സെപ്പറേറ്റ് എന്തോ ഒരു സാധനം കൂടി മേടിക്കണം. എന്നാലേ കുത്തി വെച്ചിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹോളില്ല അതില് നമുക്ക് മൈക്ക് കുത്താനുള്ളത്. തോന്നുന്നു ഓൾമോസ്റ്റ് ഇത്രേ ഉള്ളൂ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കാര്യങ്ങളെല്ലാം ഭയങ്കര എപ്പോഴും ലേസി, ഇപ്പോഴും ഉറക്കം വരുന്നുണ്ട് കേട്ടോ. ഉറക്കം എടുക്കേണ്ടി ഇനിയും ഒന്നും ചെയ്യാനും നോക്കാനൊന്നും ഞാൻ പോണില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ലൈക്ക് ഇൻസ്റ്റഗ്രാമും അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യും. അതല്ലാണ്ട് എഡിറ്റിങ്ങോ വേറെ കാര്യങ്ങളും ഒന്നും ചെയ്യാൻ നോക്കണില്ല. ഇപ്പൊ ഇന്നത്തെ തന്നെ നമ്മൾ ഇത്ര ഷൂട്ട് എടുത്തെടുത്ത് വെച്ചേക്കണതിന്റെ എല്ലാം എഡിറ്റ് ചെയ്ത് കേട്ട് ജോയിൻ ചെയ്യാനില്ല പാടാ. അപ്പൊ പിന്നെ അതൊക്കെ പതുക്കെ ആവാന്ന് വിചാരിച്ചു. കാരണം ഇടയ്ക്ക് ലൈക്ക് ഇപ്പൊ നമ്മുടെ മാത്രമല്ല, ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനും യൂട്യൂബേഴ്സിനും മാത്രമല്ല, നിങ്ങളുടെയും ഒക്കെ ലൈഫിൽ നിങ്ങൾ ഫുൾ ബിസി ആയിട്ടിരിക്കുകയാണ്. എല്ലാം കുറേ വർക്കൊക്കെ ചെയ്യുന്ന പല പല കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുന്നതാണെങ്കിൽ ഇടയ്ക്ക് ജസ്റ്റ് ടേക്ക് എ ബ്രേക്ക് കേട്ടോ. അങ്ങനെ റിലാക്സ് ചെയ്തെന്ന് വെച്ചിട്ട് ഒരു ലേസി ഡേ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഉണ്ടാവാൻ പോണില്ല. ലൈക്ക് ഒരു ദിവസം പ്രൊഡക്റ്റീവായിട്ട് ചെയ്തില്ല എന്ന് വെച്ചിട്ട്
ഒന്നും സംഭവിക്കില്ല. നമുക്ക് ബോഡിക്കും മൈൻഡിനൊക്കെ റിലാക്സേഷൻ ആവശ്യമാണ്. അപ്പൊ അതും കൂടി മനസ്സിൽ വെക്കുക. പിന്നെ ഞാൻ നേരത്തെ കാര്യങ്ങൾ കുറെ പറഞ്ഞില്ലേ, അത് എൻ്റെ വ്യൂ പോയിന്റ് ആണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ആരെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ നമ്മൾക്ക് അതല്ലാണ്ട് നമ്മളിങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ആർട്ടിക്കിൾസും വീഡിയോസും ഒക്കെ കണ്ടിട്ടുണ്ട്. ആസ് ഇങ്ങനെ ഒരു യൂട്യൂബറായിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കല്ല. മീൻസ് സോഷ്യൽ മീഡിയ ഇങ്ങനെ ലൈ ആണ്, ഫേക്ക് ആണ്, കംപ്ലീറ്റ്ലി നിങ്ങൾ അതിനെ വിശ്വസിക്കരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മൊത്തം ഈ ഒരു ഇത് മാത്രമാണല്ലോ ഞങ്ങൾ കാണിക്കുന്നത്. അതിന്റെ ബാക്കിലും നമ്മളുടേതായ ലൈഫും വേറെ രീതിയിലാണ് എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഇപ്പൊ ഞാൻ അതിന്റെ എനിക്കുള്ള ആ ഒരു സ്ട്രെസ്സും കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്തുല്ലോ. എനിക്ക് പക്ഷെ അങ്ങനെയല്ല കേട്ടോ. എനിക്കറിയണ കുറച്ച് മീൻസ് ഫോളോ ചെയ്യണ ഇൻസ്റ്റാഗ്രാം വലിയ വലിയ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും അതല്ലാണ്ട് യൂട്യൂബേഴ്സ് ആണെങ്കിലും എല്ലാവരും ഒരു ബ്രേക്ക് എടുക്കുന്നുണ്ട്. അതല്ലാണ്ട് സാധാരണ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നവരാണെങ്കിലും സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യണ സാധാരണക്കാരും എല്ലാവരും ഒരു ഡിജിറ്റൽ ഡിറ്റോക്സ് എന്നും പറഞ്ഞിട്ട് ശരിക്കും ട്രൈ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അവർ വലിയൊരു കാര്യമായിട്ട് ലൈക്ക് ടു സ്പെൻഡ് ലൈക്ക് എ ഗുഡ് ടൈം വിത്ത് ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെനിക്ക് ചെയ്തു തുടങ്ങിയപ്പോൾ മനസ്സിലായി നമുക്ക് ഒട്ടും സമയം കിട്ടണില്ല ഫാമിലിയുടെ ഒപ്പം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഭയങ്കര നമ്മൾ സ്ട്രെസ് ആയിട്ട് ഫുൾ മൈൻഡിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇപ്പൊ ബ്രേക്ക് എടുക്കുകയാണ്. മീൻസ് വലിയ മില്യൺ ലാക്സ് ഫോളോവേഴ്സ് ഒക്കെ ഉള്ളവരും. പക്ഷെ അപ്പൊ അതിന്റെ അടിയിലെ കമന്റ്സ് നോക്കിയപ്പോൾ മനസ്സിലായി യെസ് വി വിൽ ബി മീൻസ് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും, വി ആർ വെയിറ്റിംഗ് ഫോർ യു, പോയി ടൈം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു വരൂ എന്നുള്ള രീതിയിലൊക്കെ. സോ ആ ഒരു ഇതാണ്, നമുക്ക് ആ ഒരു ടൈമും കൂടിയൊക്കെ ആവശ്യമാണ്. അപ്പൊ നിങ്ങളിലേക്കും എനിക്ക് എന്താ പറയാ അത്രേ പറയാനുള്ളൂ. ഇഷ്ടമുള്ള കാര്യമൊക്കെ ചെയ്യുക, ഇടയ്ക്കൊക്കെ ബ്രേക്ക് എടുക്കുക, ഹാവ് എ ഗുഡ് ടൈം വിത്ത് യുവർ ഫാമിലി, ഫ്രണ്ട്സും കസിൻസിനോടൊക്കെ നല്ല സമയം സ്പെൻഡ് ചെയ്യുക, ആസ് മച്ച് ആസ് പോസിബിൾ ട്രാവൽ ചെയ്യുക. വേറെന്താ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒരു സിമ്പിൾ ഒരു സാധാരണ ഒരു ലേസി ആയിട്ടുള്ള ഒരു ടീം ലൈഫ്. പ്രത്യേകിച്ച് കാര്യങ്ങളും പണികളും അങ്ങനെയൊന്നും ഇല്ല. വീട്ടിൽ തന്നെ ആൾമോസ്റ്റ് എല്ലാവിടെ ഒക്കെ നടക്കണൊക്കെ തന്നെ കാര്യങ്ങളൊക്കെ ഉള്ളൂ, പ്രത്യേകിച്ചായിട്ടൊന്നുമില്ല. പിന്നെന്താ, അത്രേ ഉള്ളൂ. സംസാരിച്ച് വരുമ്പോൾ കൂടും കേട്ടോ. ഞാനപ്പോൾ ആക്ച്വലി എന്ത് ചെയ്യുമെന്നറിയോ, ഇത്രയൊക്കെ വരുമ്പോൾ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ കുറേ നേരം ആകുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കില്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കട്ട് ചെയ്യും, കുറെ കട്ട് ചെയ്ത് കളയും. കുറെ ഡേ ഇൻ മൈ ലൈഫും ബ്ലോഗ്സിലൊക്കെ ഞാൻ കട്ട് ചെയ്യാറുണ്ട്. അപ്പൊ എന്നോട് കുറെ പേര് പറഞ്ഞു ഇത് പെട്ടെന്ന് തീർന്നു പോയ പോലെ തോന്നുന്നു, കട്ട് ചെയ്യല്ലേ, കട്ട് ചെയ്യാണ്ട് മീൻസ് കുറച്ചു നേരം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, മേ ബി ലൈക്ക് നിങ്ങൾക്ക് എനിക്ക് ഇത് തന്നെ വീണ്ടും കാണുമ്പോൾ ബോറടിക്കുന്ന പോലെ തോന്നും. നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ആയിട്ട് കാണുമ്പോൾ ചിലപ്പോൾ ബോറടിക്കില്ലായിരിക്കും. അപ്പൊ ഇത് ആസ് മച്ച് ആസ് പോസിബിൾ നല്ല അധികം എഡിറ്റ് ചെയ്യാണ്ട് നല്ല റോ ആയിട്ട് തന്നെ വെക്കാൻ നോക്കാം. പിന്നെ ഞാൻ വീഡിയോസും അങ്ങനെയാണ് കേട്ടോ, കംപ്ലീറ്റ്ലി എനിക്കൊരു നാച്ചുറൽ ആയിട്ട് ഞാൻ എങ്ങനെയോ അതുപോലെ തന്നെ സംസാരിക്കാനും കണ്ടന്റ്സും ഷെയർ ചെയ്യാനും എല്ലാം അതുപോലെ തന്നെയാണ് വയ്ക്കണത്. എക്സ്ട്രാ ഇതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഷോ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇടാനില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ കണ്ടിട്ട് എന്താ നിങ്ങൾക്കും ഒരു കുറച്ച് പോസിറ്റീവ് വൈബൊക്കെ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, കീപ് സ്മൈലിംഗ്. എല്ലാവർക്കും നല്ല പോസിറ്റീവ് എനർജി ഒക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് ഈ വേൾഡിൽ ഹാപ്പി ആയിട്ട് ഇരിക്കാം.